ഇത് ചന്ദനത്തിരിയല്ല, ധൂമമാണ്. കത്തുന്നതെന്റെ ഹൃദയമാണ്. ഞാൻ തന്നോടൊരു സത്യം പറയാൻ വന്നതാ. ഈ കാണുന്നതിലും വലിയൊരു സത്യം വേറെന്താണുള്ളത്? അവിടെ തനിക്ക് സുഖം തന്നെയല്ലേ? ജയിലിൽ കിടക്കുന്നതിന് എന്ത് സുഖം? അവിടെയും ജയിലുണ്ടോ? തനിക്ക് ജയിലാണെങ്കിൽ എന്റെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? എന്നെ അവർ നൂൽപാലത്തിൽ കൂടി നടത്തി തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കും. കള്ളക്കണാരനെ നരകത്തീയിലിട്ട് ചെകുത്താൻമാർ അമ്മാനമാടും. അടിയോടി, തന്നോടൊന്ന് തുറന്ന് സംസാരിക്കാനാ ഞാൻ വന്നത്. സംസാരിച്ചോളൂ. ഇനി ഞാനൊരു സത്യം പറയട്ടെ, എനിക്കിപ്പോ തീരെ പേടിയില്ല. ഞാൻ മരിച്ചിട്ടില്ല അടിയോടി. ആത്മാവിന് ഒരിക്കലും മരണമില്ല. അത് പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമാണ്. ആത്മാവ് എടുത്തു ധരിക്കുന്ന വെറും ഒരു ഉടുപ്പ് മാത്രമല്ലേ മനുഷ്യജന്മം? എന്തൊക്കെയായി പറയുന്നത്? തന്റെ തെറ്റിദ്ധാരണ മാറ്റാനാ ഞാൻ വന്നത്. എനിക്കൊരു മനസ്സമാധാനം ഇല്ലാണ്ടായിട്ട് നാളെ എത്രയെന്നറിയാവോ? എങ്ങനെ മനസ്സമാധാനം ഉണ്ടാവും? ആത്മാവിന് വേണ്ടുന്ന കർമ്മങ്ങളൊന്നും തന്റെ മക്കൾ ചെയ്തിട്ടില്ല. മരിച്ചെങ്കിലല്ലേ കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാൻ മരിച്ചിട്ടില്ല. സംശയമുണ്ടെ തൊട്ടു നോക്ക്. ഞാൻ തൊടും. നേരത്തെ പറഞ്ഞു എനിക്ക് പേടിയില്ലെന്ന്. തൊടട്ടെ? ഞാനിപ്പോ തൊടും. എനിക്ക് പേടിയില്ല, ഞാൻ തൊടാൻ പോവാ. ചേട്ടൻ എന്താ ഈ പാതിരാത്രിക്ക് കൈ നീട്ടി നിൽക്കുന്നത്? എന്ത് നിക്കണു നിന്റെ അച്ഛൻ. അച്ഛനോ? എവിടെ? നീ കാണില്ലേ? എനിക്ക് കാണാം. എന്താ ചേട്ടാ ഈ പറയുന്നത്? അയ്യോ ദേന്ന്. ഇവിടെ ആരും ഇല്ലല്ലോ. ഒരു മണ്ണാങ്കട്ടയില്ല. എന്താ ചേട്ടാ ഇത്? രാത്രി കിടന്നുറങ്ങാതെ വല്ല ചെടി അനങ്ങുന്നതോ നിലാ വീഴുന്നതോ കണ്ടാ മതി, അപ്പൊ ആത്മാവായി പ്രേതമായി. എല്ലാം ചേട്ടന്റെ ഓരോ തോന്നലല്ലേ? അയ്യോ എന്റെ ദൈവമേ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? നമ്മുടെ കുറുപ്പ് പരലോകത്ത് ജയിലിലടിപ്പാവാം. ഇതൊന്നും കേട്ട് ചേച്ചി പേടിക്കണ്ട. അകത്തുകൊണ്ട് കിടത്തി ഉറക്ക. അകത്തേക്ക് വരൂ. ഞാൻ കണ്ടു, സംസാരിച്ചു. പോണ്ടേ.